ആശാപ്രവർത്തകർക്ക് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ മന്ത്രി വീണ ജോർജിന്റെ വാദം പൊളിയുന്നു. സിക്കിമിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപ തന്നെ. കേരളത്തിൽ ലഭിക്കുന്നത് 7,000 രൂപ മാത്രം. ഇത് സംബന്ധിച്ച രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. സർ, ഓണറേറിയത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് 7,000 രൂപയാണ്. ഡീൻ കുര്യാക്കോസ് എംപിക്ക് ലോക്സഭയിൽ ലഭിച്ച മറുപടി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ രംഗത്തെത്തിയത്. ആശമാരുടെ സിക്കിമിലെ ഓണറേറിയം 10,000 രൂപയാണ് എന്ന MLAയുടെ വാദം പക്ഷേ ആരോഗ്യമന്ത്രി അംഗീകരിച്ചില്ല. തന്റെ കയ്യിൽ സിക്കിം സർക്കാരിന്റെ ഉത്തരവുണ്ട്. അതിൽ ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത് 6,000 രൂപയാണ്. അത് വിശ്വസിക്കുക എന്നത് മാത്രമാണ് തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 2022 ഒക്ടോബർ 1 മുതൽ സിക്കിമിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി ഉയർത്തിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. എന്നാൽ ഈ തുക കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപാണ് നൽകി തുടങ്ങിയത് എന്ന് ന്യൂസ് 18 സിക്കിം പ്രതിനിധി സൃഷ്ടി പ്രധാൻ റിപ്പോർട്ട് ചെയ്യുന്നു. 10,000 to the ASHA workers per month. This has been notified many years ago, but then since last year, 2024, the CM, Chief Minister Prem Singh Ramu, announced this last year, and then he's been paying it to the ASHA workers. ഇതോടൊപ്പം ആന്ധ്രാപ്രദേശ് 10,000 രൂപയാണ് ഓണറേറിയമായി കാണിച്ചിരിക്കുന്നത്. കർണാടകയും സമാനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കൂടുതൽ ആനുകൂല്യം നൽകുന്നതായും അവകാശവാദം ഉന്നയിക്കുന്നു. ആശമാരുടെ സമരം കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കുന്ന സാഹചര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ തുക കേരളം നൽകുന്നു എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 24ാം ദിവസത്തിലാണ്. ആശമാർക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും കേന്ദ്ര അവഗണന മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് വിലങ്ങുതടിയെന്നും സംസ്ഥാനം വ്യക്തമാക്കുന്നു. എന്നാൽ ബജറ്റ് വിഹിതത്തിന് പുറമെ കേരളത്തിന് അധിക തുക നൽകിയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി കണക്കുകൾ പുറത്തുവിട്ടത്. അതേസമയം ഓണറേറിയം വർദ്ധിപ്പിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കും വരെ സമരം തുടരാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ആശാപ്രവർത്തകരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത് വന്നു. തെറ്റിദ്ധാരണ പരത്തുന്ന സുരേഷ് ഗോപി വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുത്, സഹായം കിട്ടാൻ കേരളം പിന്നോക്കമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഒരു കേന്ദ്രമന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പിന്നോക്കമായിട്ട് കേരളത്തിന് ഔദാര്യം വേണ്ടെന്നും KN ബാലഗോപാൽ പറഞ്ഞു. ഇതിന്റെ കാര്യത്തിനകത്ത്, ആശാവർക്കേഴ്സിന്റെ കാര്യത്തിനകത്ത് കേരളം കൊടുക്കുന്നതിനത്രയും വേറെ സംസ്ഥാനം കൊടുക്കുന്നില്ല. അത് വലിയ അവകാശവാദമായിട്ടൊന്നും പറയുന്നതല്ല. കേരളത്തിലെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അങ്ങനെ കൊടുക്കും. അതിനകത്ത് തരാനുള്ള പണം എല്ലാം തന്നു, കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് ആണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങളും ചിന്തിക്കില്ലേ? കാര്യം കാണുന്നവരെല്ലാം ചിന്തിക്കും. അപ്പൊ ഇങ്ങനെ വന്ന് പറയാൻ പാടില്ല. ഇവിടെ വന്നിട്ട് അവിടെ പോയി ഞാൻ അവിടെ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. എനിക്കൊരു വ്യക്തിയെ അങ്ങനെ പറയുന്ന രീതിയൊന്നും സ്വഭാവമില്ല. പക്ഷെ അവിടെ വന്നിട്ട് ഞാൻ ഇതിനായിട്ടാണ് ഡൽഹിക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് പോവാ. എന്നിട്ട് അവിടെ ചെന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. കേന്ദ്രത്തിന്റെ ഒരു മന്ത്രി സംസ്ഥാനത്ത് വന്നിട്ട് ആളുകളുടെ ആശാവർക്കേഴ്സിന്റെ അടുത്ത് ഉൾപ്പെടെ പോയിട്ട് ഇങ്ങനെയാണെന്നൊരു തെറ്റിദ്ധാരണ വരുത്തരുത്. അപ്പൊ ഞങ്ങൾ ഈ കൊടുത്ത കാര്യങ്ങൾ എന്താ? ഞങ്ങള് ഈ പറഞ്ഞ ജയ്സാൽമീർ മീറ്റിംഗിലും അതിനു മുമ്പത്തെ പ്രീ ബഡ്ജറ്റ് മീറ്റിംഗിലും പറഞ്ഞ കാര്യത്തെപ്പറ്റി എന്താ കേന്ദ്രത്തിന്റെ അഭിപ്രായം? ഞാൻ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞല്ലാതെ അതിനപ്പുറം പറഞ്ഞിട്ടില്ല. ഇത് ഈ കാര്യം കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്ത മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പറഞ്ഞൊരു കാര്യം. അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കുന്നതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിമാർ നോക്കാം. സ്വർണ്ണ വെള്ളി നിരക്ക്